കേരളത്തിലെ കാരന്തൂരികളുടെ നേതാവായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കടന്നുവന്ന് മുടി കൊണ്ടുവന്നു 4 ഭാഗത്തുനിന്നും ആളുകൾ അടിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? കാരന്തൂരികൾ മുടി വിട്ടു, പക്ഷെ നാട്ടുകാർ വിടുന്നില്ല. അവരിങ്ങനെ മുടിയുടെ ചർച്ച ഇല്ലാതാക്കി പോകാൻ നടക്കാം, പക്ഷെ വിടുന്നില്ല ആളുകൾ. അവർ പിന്നാലെ പിടിച്ചിരിക്കുകയാണ്. മുമ്പൊരാള് വെള്ളത്തിൽ ചാടി ഒരു വലിയ കറുത്ത കരിമ്പടം ആണെന്ന് വിചാരിച്ചൊരു വലിയ കറുത്ത കരിമ്പടം കണ്ട് ചാടി പിടിച്ചു വലിച്ച് കുറെ കഴിഞ്ഞിട്ടും അയാൾ കേറണില്ല. കരയെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ കേറിപ്പോരീൻ, കരിമ്പടം കിട്ടിയല്ലോ. അപ്പൊ അയാൾ പറയാണ്, കമ്പിളി ഞാൻ വിട്ടു, പക്ഷെ കമ്പിളി എന്നെ വിടുന്നില്ല. അയാൾ പിടിച്ചത് എന്തായിരുന്നു? കരിമ്പടമാണെന്ന് വിചാരിച്ച് ചാടിപ്പിടിച്ചത് വലിയൊരു കരടിയായിരുന്നു. കരടി അയാളെ വിടുന്നില്ല. ഇതുപോലെ കാരന്തൂരികൾ മുടിയുമായി വന്നു. ഇപ്പൊ കാരന്തൂരികൾ മുടിവിട്ടു, പക്ഷെ നാട്ടുകാർ വിടുന്നില്ല. നാട്ടുകാർ ഇപ്പോഴും പിടിച്ചിരിക്കുന്നു. അവസാനം നമ്മളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ പ്രാവശ്യം ഒരു തരികിട കൂടി നടത്തി. അതെന്താ? ഒരു മുടി കലക്കിയ വെള്ളം കൂടി കൊണ്ടുവന്നു. ഒരു മുടി കലക്കിയ മണ്ണ് കലക്കിയ വെള്ളം അതുമായി കടന്നു വന്നു. എന്നിട്ടതാ നമ്മൾക്ക് ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്, ഇങ്ങനെ ഒരു സമ്പ്രദായം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പുറത്തുള്ള പൊടി തട്ടിക്കൂട്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അടുത്ത വെള്ളത്തിൽ നിങ്ങൾക്ക് കലക്കിത്തരാം. കേട്ടോ കാന്തപുരം പ്രസംഗിക്കുന്നത്. ഇനി കുണ്ടൂർ ഉറൂസ് ഇങ്ങനെ ഇനിതാ ഇൻഷാ അല്ലാഹ് എസ്എസ്എഫിന്റെ 40ാം വാർഷിക സമ്മേളനം വരുന്നു. അതോടുകൂടി ഇക്കൂട്ടർ വിറച്ചിട്ട് ചത്തുപോകും, യാതൊരു സംശയവും ഇല്ല. വെപ്രാളം കൊണ്ട് എന്തെല്ലോ ജഗ്ജപിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകളെ ഞങ്ങൾ ബഹുമാനിക്കുന്നതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ബഹുമാനിക്കണ്ട, നിങ്ങൾ ആദരിക്കണ്ട. നാളെ ഇൻഷാ അല്ലാഹ് മർക്കസ് തഖാഫത്തി സുന്നിയയിൽ ഷഅർ മുബാറക്ക് കാണിക്കപ്പെടുന്നു. കൂടാതെ ഷഅർ മുബാറക്കിന്റെ കൂടെ അത് ഇട്ട വെള്ളം സംസം വെള്ളത്തിലിട്ട് ആ വെള്ളം വലിയ ചെമ്പിലെ വെള്ളത്തിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഷഅർ മുബാറക്കിൻ അതിൽ മുക്കിയതിന് പുറമേ ആ വെള്ളത്തിൽ പുതിയ മറ്റൊന്നുകൂടി ചേർത്തിരിക്കുന്നു. എന്താണത്? ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് മദീന മുനവ്വറയിലെ തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷരീഫിന്റെ മുകളിൽ സാധാരണ തുടക്കാറുണ്ട്. ആ കമ്പിവലയുടെ ഉള്ളിലൂടെ കാറ്റ് കടക്കുകയും അതിലൂടെ പൊടി കടക്കുകയും ചെയ്യുമ്പോൾ ചെറിയ നേരിയ പൊടി അവിടെയുണ്ടാകും. അതിന്റെ പുറമേ അവിടത്തെ ആ ഖബർ ഷരീഫിന്റെ മുകളിൽ ചന്ദനത്തിന്റെ പൊടി ഇടാറുണ്ട്. അതെല്ലാം കൂടി വടിച്ചെടുത്തിട്ട് മദീന മുനവ്വറയിലെ പ്രധാനപ്പെട്ട ആളുകൾ ആ റൗളത്തു ഷരീഫ് നോക്കുന്ന ആളുകളുടെ കൈവശത്തിലുള്ളതാണ്. അതാണ് തുർബത്തുൽ ഹുജ്റത്ത് ശരീഫ. അത് വിനീതനായ എനിക്ക് തന്നു. നാളെ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ അതും കൂടി ചേർത്തിയതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവൻ വല്ലാത്തൊരു പഴഞ്ചനാണ് എന്ന് പറഞ്ഞാൽ പഴഞ്ചനായിക്കോട്ടെ, നമ്മൾ പഴഞ്ചനായിക്കോട്ടെ, നമ്മൾ പഴഞ്ചന്മാര് തന്നെ. അതിന് ബർക്കത്തുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് അതാണ് ലോകത്ത് വെച്ച് ഏറ്റവും ബഹുമാനപ്പെട്ട സ്ഥലം. കഅബത്തിനേക്കാളും ബഹുമാനമുള്ളത് അവിടുത്തെ ഖബർ ശരീഫാണ്. അവിടുത്തെ ശരീരമാണ് എല്ലാ വസ്തുക്കളെക്കാളും ശ്രേഷ്ഠതയുള്ള ശരീരം. അതുപോലെ ആ ശരീരം തൊട്ട ഖബർ ശരീഫാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഭൂമി. ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം, ആകാശത്തിലും ഭൂമിയിലും വെച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം. ആ സ്ഥലത്ത് ആ ഖബർ ശരീഫിന്റെ മുകളിൽ ഉണ്ടാകുന്ന പൊടി അത്
ചന്ദനത്തിന്റെ പൊടിയായാലും മണ്ണിന്റെ പൊടിയായാലും അതിന് ബറക്കത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾ ബറക്കത്തുള്ള ഒന്നും വിശ്വസിക്കാത്തവരാണ്, നിങ്ങൾ അതിന്റെ വിരോധികളാണ്, നിങ്ങൾ അങ്ങനെ നടന്നുകൊള്ളുക, ഞങ്ങളെ വഴിക്ക് നടക്കട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം, അവിടത്തെ ബഹുമാനിക്കലും, അവിടുന്ന് തൊട്ട സ്ഥലത്തെ ബഹുമാനിക്കലും, അവിടുന്ന് ഇരുന്ന സ്ഥലത്തെ ബഹുമാനിക്കലും, അവിടുന്ന് ആദരിച്ച വസ്തുക്കളെ ആദരിക്കലും എല്ലാം നബി തങ്ങളോടുള്ള ആദരവിൽപ്പെട്ടതാണ്. യാതൊരു സംശയവും വേണ്ട. ഞാൻ കേട്ടോ. അപ്പൊ എന്താ, ഇത്രയും നാള് മുടിയായിരുന്നു, ഇപ്പൊ വടിയും തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ എന്താണ് പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൗമിന്റെ അവസ്ഥ നോക്കുങ്ങള്. പൊടി കലയ്ക്ക് വെള്ളം തരുമെന്ന് പറയുമ്പോഴും അപ്പോഴും അല്ലാഹു അക്ബർ എന്ന് വിളിക്കുക. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞൊരു വലിയ ബഡായി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ഈ സ്ക്രീനിൽ ശ്രദ്ധിക്കാം. ഇന്നും മദീനത്ത് ചെന്നാൽ റസൂലുള്ളാഹിന്റെ ഖബർ എങ്ങനെയെന്ന് കാണിക്കുന്ന, അത് ഒരെണ്ണം മാത്രം, റസൂലുള്ളാഹിന്റെ ഖബർ എങ്ങനെയെന്ന് കാണിക്കുന്ന മാതൃകയാണ് കാണുന്നത്. മാതൃകയാണത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും സാഹിബൈനിയുടെ ഖബറും, 3 ഖബറുകൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിന്റെ ഉള്ളിൽ ആ റൂമിന്റെ ഉള്ളിൽ നോക്കൂ നിങ്ങള്. ആ റൂമിന്റെ ഉള്ളിലതാ 3 ഖബറുകൾ. ആ റൂമിന്റെ പുറത്തുള്ള കെട്ട് വലിയ കെട്ട് കെട്ടി തിരിച്ചിരിക്കുന്നു. ആ കെട്ടിന് വാതിലില്ല. ഇനി അടുത്തതോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള 5 മൂലക്കെട്ടാണ് രണ്ടാമത് നിങ്ങൾ കാണുന്നത്. ഫാത്തിമ ബീവിയുടെ റൂമിന്റെ നേരെ, വീടിന്റെ നേരേക്ക് പിന്നെ ത്രികോണം പോലെ വന്നിട്ട് അങ്ങനെയുള്ള 5 മൂലക്കെട്ട്. ആ കെട്ടിനും വാതിലില്ല. അതിന് പുറമേ കാണുന്ന റൗണ്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് അതാ പ്രത്യേകം പിന്നെ റസൂലുള്ളാഹിന്റെ ഖബർ പ്രത്യേകമായി ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള കെട്ട്. അതിനു പുറമേ കാണുന്ന ആ വലിയ കെട്ടാണ് ഇന്ന് കാണുന്ന ആ ഗ്രിൽ ഇട്ട ഭാഗമാണത്. ഗ്രിൽ ഇട്ട ഭാഗത്താണ് പച്ചത്തുണി കെട്ടിയിട്ടുള്ളത്. ഖബറും പുറത്ത് ചന്ദനത്തിരിടാൻ ആരാ കാന്തപുരം പോയത്? ആരാണത് കൊടുക്കുന്നത്? പറയാൻ ആണത്വമുള്ള ചങ്കൂറ്റമുള്ള ഏതെങ്കിലും കാരന്തൂരികൾ ഉണ്ടോ? ആ ഖബർ 1000 കൊല്ലത്തിന് ശേഷം ഒരൊറ്റയാളും അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല എന്ന് മദീനയിലെ ചരിത്രമറിയുന്നവർക്കറിയാം. മത്ഹഫിൽ പോയി നോക്ക്, മ്യൂസിയത്തിൽ പോയി നോക്ക്, അതിന്റെ രൂപം കാണാം. നാട്ടുകാരെ പറ്റിക്കാൻ കാന്തപുരം നടത്തുന്ന തന്ത്രത്തിന്റെ പുതിയ ഭാഗമാണത്. ഖബറിന്റെ പുറത്തിട്ടിരിക്കുന്ന ചന്ദനത്തിന്റെ പൊടിയും പുറത്തുനിന്ന് അടിച്ചു വരുന്ന കാറ്റിൽ വരുന്ന പൊടിയും കൂടി വടിച്ചിട്ട് അവിടെ സൂക്ഷിച്ചത്ര ആര്? അതിനകത്ത് അത് ഞാൻ പറഞ്ഞുതരാം. പുറത്ത് ഈ സൗദിന്റെ പ്രത്യേകത, ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേകത, ഇടക്കിടക്ക് പൊടിക്കാറ്റുണ്ടാവും. അതിങ്ങനെ അടിച്ചു കയറുമ്പോ ആ ഗ്രില്ലിട്ട ഭാഗത്തെ പച്ചത്തുണിയിൽ അത് പറ്റിയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇടക്കിടക്ക് അവിടെ ജോലി ചെയ്യുന്ന ബംഗാളികള് അതിങ്ങനെ അടിച്ച് പുറത്ത് കളയും. ഈ കഴിഞ്ഞ പ്രാവശ്യം അത് പുറത്ത് കളയാൻ നിൽക്കുമ്പോ ഒരാൾ ആ തുണിയായിട്ട് നിൽക്കണ്. മോനെ കളയല്ല, ഇങ്ങോട്ടിട്. ഓന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ കാണും. ഇതെന്താ പൊടി? ഇടടോ, അനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല, ഇത് കോടിക്കണക്കിന് ഉറുപ്പ്യയുടെ സാധനല്ലേ. അത് പൊടിയാണെങ്കിൽ ഞമ്മക്കത് പറ്റിയതാണ്. അതാ മൂപ്പര് മുൻകൂർ ജാമ്യം എടുത്തത്. ഞങ്ങളെ വിശ്വാസമാണ്. നാട്ടുകാര് പഠിച്ചോ. തട്ടിപ്പുകളും വെട്ടിപ്പുകളും മാത്രം ശീലമാക്കിയ കാരന്തൂരികളുടെ തട്ടിപ്പിന്റെ പുതിയ തന്ത്രം കൂടിയാണ് ഈ മുടി ജ്യൂസിന്റെ കൂടെ പൊടി ജ്യൂസ് കൂടി കലർത്തുക എന്ന തന്ത്രം. ഇതൊക്കെ കേരളക്കരയിൽ വിറ്റ് കാശാക്കാമെന്ന് വിചാരിച്ചാൽ